ഹായ് ഫ്രണ്ട്സ്, HSA ഫിസിക്കൽ സയൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർട്ട് എയുടെ ക്ലാസ്സാണ് നമ്മളിന്ന് എടുക്കുന്നത്. നമുക്കറിയാം, പാർട്ട് എയിൽ 3 മൊഡ്യൂളാണുള്ളത്. ഒന്നാമത്തെ മൊഡ്യൂള് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. രണ്ടാമത്തെ മൊഡ്യൂള് റിനൈസൻസ് ആണ്. മൂന്നാമത്തെ മൊഡ്യൂള് ടീച്ചിങ് മെത്തഡോളജിയാണ്. പാർട്ട് എയിൽ നിന്ന് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ പാർട്ട് എയിൽ നിന്ന് ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതുകൊണ്ട് പാർട്ട് എയുടെ ഇംഗ്ലീഷിലുള്ള നോട്ടുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ബ്ലൂംസ് ടാക്സോണമിയെ പറ്റിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിരവധി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ബ്ലൂംസ് ടാക്സോണമി. നമുക്കെല്ലാം അറിയാം അല്ലേ, എന്താണ് ബ്ലൂംസ് ടാക്സോണമി എന്ന്. ടീച്ചിങ് പ്രാക്ടീസിൻ്റെയൊക്കെ സമയത്ത് നമ്മൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവും. ആ സമയത്ത് നമ്മൾ ബ്ലൂംസ് ടാക്സോണമി ഉപയോഗിച്ചിട്ടും ഉണ്ടാവും. ബ്ലൂംസ് ടാക്സോണമി പഠിക്കുന്നതിന് മുൻപേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത്. ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് മീൻസ് ആൻറ്റിസിപ്പേറ്റഡ് ബിഹേവിയറൽ ചേഞ്ചസ് ദാറ്റ് ഈസ് വാട്ട് ദ ടീച്ചർ എക്സ്പെക്റ്റ് ആസ് എ റിസൾട്ട് ഓഫ് ദെയർ ടീച്ചിങ്. അതായത് ഏതൊരു ടീച്ചറും ഒരു ക്ലാസ് എടുക്കുന്നതിന് മുൻപേ സ്വയം ചോദിക്കണം, ഈ ക്ലാസ്സിലൂടെ ഞാൻ കുട്ടികളുടെ ക്യാരക്ടറിൽ അല്ലെങ്കിൽ ബിഹേവിയറിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അതിനുള്ള ഉത്തരമാണ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് മീൻസ് anticipated behavioral changes that is what the teacher expect as a result of their teaching. Next, Bloom's taxonomy. എന്താണ് ഈ ടാക്സോണമി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്നുമില്ല. ടാക്സോണമി എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബ്ലൂംസ് ടാക്സോണമി ഡെവലപ്പ് ചെയ്തത് ബെഞ്ചമിൻ എസ് ബ്ലൂം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. 1956 ഇത് ഡെവലപ്പ് ചെയ്തത്. ഈ 2 പോയിൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലൂംസ് ടാക്സോണമിയിൽ അദ്ദേഹം ചെയ്തത് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സിനെ 3 ഡൊമൈനുകളിലായിട്ട് തരംതിരിച്ചു എന്നുള്ളതാണ്. ഏതൊക്കെയാണ് ആ ഡൊമൈൻ? ഫസ്റ്റ് ഡൊമൈനാണ് കൊഗ്നിറ്റീവ് ഡൊമൈൻ, സെക്കൻഡ് വൺ ഈസ് എഫക്റ്റീവ് ഡൊമൈൻ ആൻഡ് തേർഡ് വൺ ഈസ് സൈക്കോമോട്ടോർ ഡൊമൈൻ. എന്താണ് കൊഗ്നിറ്റീവ് ഡൊമൈൻ? ദ കൊഗ്നിറ്റീവ് ഡൊമൈൻ റെപ്രസെൻറ്റ് ദ ഇൻ്റലക്ച്വൽ കോമ്പോണൻ്റ് ഓഫ് മെൻ്റൽ ലൈഫ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് പ്രൈമറി ആൻഡ് ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ. അതായത് കൊഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് നമ്മുടെ തിങ്കിങ് സ്കില്ല്, പ്രോബ്ലം സോൾവിങ് സ്കില്ല്, ഇതൊക്കെയുമായി ബന്ധപ്പെട്ടതാണ് കൊഗ്നിറ്റീവ് ഡൊമൈൻ. എഡ്യൂക്കേഷൻ സിസ്റ്റം എടുക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് കൊഗ്നിറ്റീവ് ഡൊമൈൻ. നെക്സ്റ്റ് ആണ് അഫക്റ്റീവ് ഡൊമൈൻ. പേരിൽ നിന്ന് തന്നെ കിട്ടും അല്ലേ, എഫെക്ഷൻ. അതായത് നമ്മുടെ ഫീലിങ്സ്, ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എഫക്റ്റീവ് ഡൊമൈൻ. അഫക്റ്റീവ് ഡൊമൈൻ ഇൻക്ലൂഡ്സ് ഫീലിങ്സ്, ഇൻട്രസ്റ്റ്, appreciation, attitudes and values. The objectives in this domain are the behavioral abilities which lead to the formation of attitude. നമ്മുടെ ആറ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അഫക്റ്റീവ് ഡൊമൈൻ. നെക്സ്റ്റ് വൺ ആണ് സൈക്കോമോട്ടോർ ഡൊമൈൻ. സൈക്കോമോട്ടോർ ഡൊമൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ സ്കില്ലുമായിട്ട്, നമ്മുടെ കായികക്ഷമതയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവിനെ 3 ഡൊമൈനിലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് പഠിച്ചു. ഏതൊക്കെയാണ് ആ ഡൊമൈൻ? കൊഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ ആൻഡ് സൈക്കോമോട്ടോർ ഡൊമൈൻ. ഈ ഡൊമൈനെ പറ്റിയും പഠിച്ചു. ഇനി നമുക്ക് കൊഗ്നിറ്റീവ് ഡൊമൈൻ എടുക്കാം. കൊഗ്നിറ്റീവ് ഡൊമൈൻ വീണ്ടും 6 മേജർ ക്ലാസ്സസ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണവ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവയെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവയുടെ കോംപ്ലിസിറ്റി കൂടി വരുന്ന ക്രമത്തിലാണ്. സോ ആ ഓർഡറും പഠിക്കണം. ഏതാണ് ലോവർ ഓർഡറിലുള്ള ഒബ്ജക്റ്റീവ് എന്നും
ഹയർ ഓർഡർ ഒബ്ജക്റ്റീവ് ഏതാണ് എന്നൊക്കെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി വെക്കണം. അണ്ടർ ദിസ് ഡൊമെയിൻ 6 മേജർ ക്ലാസ്സസ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ഹയറാർക്കിയൽ ഓർഡർ. The sequence is based on the complexity of task from simple to complex. ഏറ്റവും താഴ്ന്ന തലത്തിലുള്ള ഒബ്ജക്റ്റീവാണ് നോളജ് എന്ന് പറയുന്നത്. തൊട്ട് ഉയർന്ന തലത്തിലുള്ളതാണ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. കോംപ്രിഹെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളതാണ്. അതായത് അണ്ടർസ്റ്റാൻഡിങ് ദ മീനിങ് ഓഫ് ദ മെറ്റീരിയൽ ബീയിങ് കമ്മ്യൂണിക്കേറ്റഡ്. നമുക്ക് കിട്ടിയ നോളജ് മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് കോംപ്രിഹെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് അപ്ലിക്കേഷൻ. അതായത് നമ്മൾക്ക് കിട്ടിയ നോളജ് ഒരു ന്യൂ സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് യൂസ് ഓഫ് പ്രീവിയസ്ലി ലേൺഡ് ഇൻഫർമേഷൻ ഇൻ ന്യൂ സിറ്റുവേഷൻസ്. നെക്സ്റ്റ് വരുന്നതാണ് അനാലിസിസ്. അതായത് അപ്ലിക്കേഷനേക്കാൾ ഉയർന്ന തലത്തിലുള്ളതാണ് അനാലിസിസ്. അനാലിസിസിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമുക്ക് കിട്ടിയൊരു ഇൻഫർമേഷനെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് മീനിങ് ഫുൾ ബ്രേക്ക് ഡൗൺ ഓഫ് ദ മെറ്റീരിയൽ ഇൻ ടു ഇറ്റ്സ് കോമ്പോണൻറ്റ്സ്. അനാലിസിസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നതാണ് സിന്തസിസ്. സിന്തസിസ് മീൻസ് എബിലിറ്റി ടു അപ്ലൈ ദ പ്രിയർ നോളജ് ആൻഡ് സ്കിൽസ് ടു പ്രൊഡ്യൂസ് എ ന്യൂ വൺസ്. അതായത് മുൻപേ ഉള്ള നമ്മുടെ നോളജൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മളൊരു പുതിയൊരു സാധനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് സിന്തസിസ്. ലാസ്റ്റ് ആൻഡ് ഹയസ്റ്റ് ലെവൽ ഓഫ് ഒബ്ജക്റ്റീവാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇവാലുവേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത് എബിലിറ്റി ടു ജഡ്ജ് എന്നാണ്. അതായത് ഒരു വസ്തുവിന് മൂല്യം നിർണ്ണയിക്കാനുള്ള അല്ലെങ്കിൽ റേറ്റ് ചെയ്യാനൊക്കെയുള്ള കഴിവുണ്ടാക്കിയെടുക്കുക. അതാണ് ഇവാലുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഹയസ്റ്റ് ലെവൽ ഓഫ് ഒബ്ജക്റ്റീവിൽ വരുന്നത്. ഇപ്പം നമ്മൾ പഠിച്ചത് കൊഗ്നിറ്റീവ് ഡൊമൈൻസിൽ വരുന്ന 6 മേജർ ക്ലാസ്സസ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ആണ്. ഇത് വ്യക്തമായി പഠിച്ചു വെക്കുക. ഇവയുടെ ഓർഡറും പഠിച്ചു വെക്കുക. ഏറ്റവും താഴ്ന്ന തലത്തിലുള്ളതാണ് നോളജ് എന്നും ഏറ്റവും ഉയർന്ന തലത്തിലുള്ളത് ഇവാലുവേഷൻ ആണെന്നും മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് പഠിക്കേണ്ടത് എഫക്റ്റീവ് ഡൊമൈനെ പറ്റിയാണ്. എഫക്റ്റീവ് ഡൊമൈനിനെ 5 മേജർ ക്ലാസ്സസ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവയെ അറേഞ്ച് ചെയ്തിരിക്കുന്നതും അവയുടെ കോംപ്ലക്സിറ്റി കൂടി വരുന്ന ക്രമത്തിലാണ്. എഫക്റ്റീവ് ഡൊമൈനിനെ 5 മേജർ ക്ലാസ്സസ് ഓഫ് ഒബ്ജക്റ്റീവ് ആയിട്ട് ഡിവൈഡ് ചെയ്തത് ക്രാത്തോഡ്, ബ്ലൂം, മസിയ തുടങ്ങിയ വ്യക്തികൾ ചേർന്നാണ് എന്നും ഓർത്തു വെക്കുക. അതുപോലെ വർഷവും ഒന്ന് ഓർത്തു വെക്കുക. അഫക്റ്റീവ് ഡൊമൈനിലെ ഏറ്റവും ലോവസ്റ്റ് ലെവൽ ഓഫ് ഒബ്ജക്റ്റീവാണ് റിസീവിങ് എന്ന് പറയുന്നത്. റിസീവിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെന്താണ് ഇൻഫർമേഷൻ റിസീവ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വരുന്നതാണ് റെസ്പോണ്ടിങ്. നമ്മൾ റിസീവ് ചെയ്ത ഇൻഫർമേഷനോട് നമ്മൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ? ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അവർ ഇൻട്രസ്റ്റ് അല്ലേ? അതാണ് റെസ്പോണ്ടിങ്ങിൽ വരിക. നെക്സ്റ്റ് വരുന്നതാണ് വാല്യൂയിങ്. നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷനെ നമ്മൾ എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത് എന്നുള്ളതാണ് വാല്യൂയിങ്. നെക്സ്റ്റ് വരുന്നതാണ് ഓർഗനൈസേഷൻ. നമ്മുടെ ജീവിതത്തിൽ നിരവധി വാല്യൂസ് ഉണ്ടാവും. ഈ വാല്യൂസിനൊക്കെ നമ്മൾ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഓർഗനൈസേഷൻ. ഹയസ്റ്റ് ലെവലാണ് ക്യാരക്ടറൈസേഷൻ എന്നുള്ളത്. നമ്മൾക്ക് കിട്ടിയ വാല്യൂസിനൊക്കെ നമ്മളെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ക്യാരക്ടറിൻ്റെ ഒരു ഭാഗമാക്കുന്നതിനെയാണ് ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത്. ക്യാരക്ടറൈസേഷനാണ് എഫക്റ്റീവ് ഡൊമൈനിലെ ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത് ഓർത്തു വെക്കുക. അതുപോലെ റിസീവിംഗ് ആണ് ലോവസ്റ്റ് ലെവൽ ഓഫ് ഒബ്ജക്റ്റീവ് എന്നും ഓർത്തു വെക്കുക. അതുപോലെ ഈ ഓർഡറും എന്ത് ചെയ്യണം? ഓർത്തു വെക്കണം. ഇത് നമുക്ക് വേണമെങ്കിൽ RRVOC എന്ന കോഡ് ഉപയോഗിച്ചിട്ട് ഓർത്തു വെക്കാം. R ഫോർ റിസീവിങ്, R ഫോർ റെസ്പോണ്ടിങ്, V ഫോർ വാല്യൂയിങ്, O ഫോർ ഓർഗനൈസേഷൻ, അതുപോലെ C ഫോർ ക്യാരക്ടറൈസേഷൻ. ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളത് സൈക്കോമോട്ടോർ ഡൊമൈനിനെ പറ്റിയാണ്. സൈക്കോമോട്ടോർ ഡൊമൈനിനെ 5 മേജർ ക്ലാസ്സസ് ഓഫ് ഒബ്ജക്റ്റീവ് ആയിട്ടാണ്
ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സിംപ്സൺ, കിബ്ലർ, ആർ.എച്ച്. ഡെയ് എന്നീ വ്യക്തികളാണ് സൈക്കോമോട്ടോർ ഡൊമെയിനിനെ ഇങ്ങനെ 5 ക്ലാസ്സസ് ഓഫ് ഒബ്ജക്റ്റീവായിട്ട് ഡിവൈഡ് ചെയ്തത് എന്ന് ഓർത്തു വെക്കുക. ഏതൊക്കെയാണവ എന്ന് നമുക്ക് നോക്കാം. ഇവയും അറേഞ്ച് ചെയ്തിരിക്കുന്നത് കോംപ്ലിസിറ്റി കൂടി വരുന്ന ക്രമത്തിലാണ് എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഏറ്റവും താഴ്ന്ന തലത്തിലുള്ളതാണ് ഇമിറ്റേഷൻ എന്ന് പറയുന്നത്. ഇമിറ്റേഷൻ മീൻസ് എൻ ഓവർ ആക്ട് അല്ലെങ്കിൽ കപ്പാസിറ്റി ടു റിപ്പീറ്റ് ദ പെർഫോമൻസ്. അതായത് നമ്മൾ പുതിയതായിട്ടൊരു കാര്യം പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യൽ എന്താ, മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നതാണ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. ഒരു കുട്ടി സൈക്കിൾ ഓടിക്കാൻ പഠിക്കുകയാണെന്ന് വിചാരിക്കുക. ആദ്യമായിട്ട് സൈക്കിൾ ഓടിക്കാൻ പഠിക്കുകയാണ്. ആ കുട്ടി ആദ്യം ചെയ്യുക മറ്റൊരാളെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. മറ്റൊരാൾ കാണിച്ചു തരുന്നത് പോലെ ഇമിറ്റേറ്റ് ചെയ്യും. നെക്സ്റ്റാണ് മാനിപ്പുലേഷൻ വരുന്നത്. അതായത് സൈക്കിൾ ഓടിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഹാൻഡിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്, ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്, പെഡൽ ചവിട്ടുന്നുണ്ട്. അപ്പം ഈ ഓരോ കാര്യവും കുട്ടി നിരീക്ഷിക്കും. അതാണ് മാനിപ്പുലേഷനിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് പ്രിസിഷൻ. നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ നിൽക്കുമ്പോൾ നമ്മുടെ തെറ്റുകളൊക്കെ കുറയും, നമ്മൾ കുറച്ചുകൂടി അക്യുറേറ്റ് ആവും. അതാണ് പ്രിസിഷനിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്നത്. ആർട്ടിക്കുലേഷൻ എത്തുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒറ്റയടിക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഹാൻഡിൽ മെനി ആക്ഷൻ ഇൻ യൂണിസൺ. അതായത് സൈക്കിൾ ഓടിക്കുന്ന കേസ് എടുക്കുമ്പോൾ നമ്മൾ ഹാൻഡിൽ കൺട്രോൾ ചെയ്യും, പെഡൽ ചവിട്ടും, ബ്രേക്ക് അപ്ലൈ ചെയ്യും. ഇതൊക്കെ ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ സാധിക്കും. ലാസ്റ്റ് ആൻഡ് ഹയസ്റ്റ് ലെവൽ വരുന്നതാണ് നാച്ചുറലൈസേഷൻ. ഏറ്റവും ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, വളരെ സ്വാഭാവികമായി നാച്ചുറലായിട്ട് സൈക്കിൾ ഓടിക്കാൻ വേണ്ടി പഠിക്കും എന്നുള്ളതാണ്. ഹയസ്റ്റ് ലെവല് നാച്ചുറലൈസേഷൻ ആണെന്നും ലോവസ്റ്റ് ലെവല് ഇമിറ്റേഷൻ ആണെന്നും മനസ്സിലാക്കി വെക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബ്ലൂംസ് ടാക്സോണമിയെ പറ്റിയാണ് പഠിച്ചത്. ബ്ലൂംസ് ടാക്സോണമി ഡെവലപ്പ് ചെയ്തത് ബെഞ്ചമിൻ എസ് ബ്ലൂം ആണെന്ന് നമ്മൾ പഠിച്ചു. വർഷം 1956. അദ്ദേഹം ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവിനെ 3 ഡൊമെയിനിലായിട്ട് ക്ലാസിഫൈ ചെയ്തു എന്ന് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ് ആ ഡൊമെയിൻ? കൊഗ്നിറ്റീവ് ഡൊമെയിൻ, അഫക്റ്റീവ് ഡൊമെയിൻ ആൻഡ് സൈക്കോമോട്ടോർ ഡൊമെയിൻ. കൊഗ്നിറ്റീവ് ഡൊമെയിൻ നമ്മുടെ ഇൻ്റലക്ച്വൽ എബിലിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. അഫക്റ്റീവ് ഡൊമെയിൻ ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഫീലിങ്സ്, ഇമോഷൻസ്, ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ് എന്നിവയായിട്ടാണെന്ന് നമ്മൾ പഠിച്ചു. സൈക്കോമോട്ടോർ ഡൊമെയിൻ ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഫിസിക്കൽ എബിലിറ്റിയുമായിട്ടാണ് എന്നും പഠിച്ചു. കൊഗ്നിറ്റീവ് ഡൊമെയിനിനെ 6 മേജർ ക്ലാസ്സസ് ഓഫ് ഒബ്ജക്റ്റീവായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് പഠിച്ചു. ഏതൊക്കെയാണവ? നോളജ്, കോംപ്രിഹെൻഷൻ, അപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ. അതിൽ ഏറ്റവും ലോവസ്റ്റ് ലെവല് നോളജാണ്, ഹയസ്റ്റ് ലെവല് ഇവാലുവേഷനാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് അഫക്റ്റീവ് ഡൊമെയിനിനെ 5 മേജർ ക്ലാസ്സസ് ഓഫ് ഒബ്ജക്റ്റീവായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് പഠിച്ചു. ഏതൊക്കെയാണവ? റിസീവിങ്, റെസ്പോണ്ടിങ്, വാല്യൂയിങ്, ഓർഗനൈസേഷൻ, ക്യാരക്ടറൈസേഷൻ. RRVOC എന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഇതിൽ ഏറ്റവും ലോവസ്റ്റ് ലെവല് റിസീവിങ് ആണ്, ഹയസ്റ്റ് ലെവല് ക്യാരക്ടറൈസേഷൻ ആണ്. ഇതിൻ്റെ ഓർഡറും പഠിച്ചു വെക്കണം. ചിലപ്പോൾ ഓർഡറൊക്കെ തെറ്റിച്ച് തന്നിട്ട് ശരിയായത് കണ്ടെത്താൻ പറയും. നെക്സ്റ്റ് വരുന്നതാണ് സൈക്കോമോട്ടോർ ഡൊമെയിൻ. സൈക്കോമോട്ടോർ ഡൊമെയിനെ 5 ക്ലാസ്സസ് ഓഫ് മേജർ ഒബ്ജക്റ്റീവ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇംപാൻ എന്ന കോഡ് ഉപയോഗിച്ച് നമുക്ക് ഇവയെ ഓർമ്മിച്ച് വെക്കാം. ഏതൊക്കെയാണവ? ഇമിറ്റേഷൻ, മാനിപ്പുലേഷൻ, പ്രിസിഷൻ, ആർട്ടിക്കുലേറ്റ്, നാച്ചുറലൈസേഷൻ. ഇതിൽ ലോവസ്റ്റ് ലെവൽ വരുന്നത് ഇമിറ്റേഷനും ഹയസ്റ്റ് ലെവൽ വരുന്നത് നാച്ചുറലൈസേഷനുമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ക്ലാസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.